അപ്പോൾ ഈ കാണുന്നതാണ് ചുവന്ന മണ്ണ് കനാൽ പാലം. ഇതൊരു റോഡല്ല, മുകളിൽ കൂടെ വെള്ളമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ട് പോകുന്ന ഇതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചുവന്നമണ്ണിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പോകുന്നത് പൂവഞ്ചിറയ്ക്ക്. ഇതാണ് കേട്ടോ. അപ്പോൾ കണ്ടോളൂ, കുറച്ച് വഴികൾ ഞങ്ങൾ കാണിച്ചു തരാം. പൂവഞ്ചിറയ്ക്ക് പോകുന്ന വഴികൾ. ഇത് കേരള ജലസേചന വകുപ്പിന്റെ ഒരു PG പ്രോജക്റ്റാണ്. നീളം 130 മീറ്റർ ഉണ്ട് കേട്ടോ. ഇത് സൈഡ് നോക്കിയാൽ പ്രത്യേകത ഈ കല്ലുകൾ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിമനോഹരമായി എത്ര ഭംഗിയിലാണ് ഈ കല്ല് കെട്ടിയിരിക്കുന്നത് കണ്ടോ. എത്ര സുന്ദരമായിട്ടാണ് ഈ പാലം കാണുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ചുവന്നമണ്ണിലോട്ട് പൂഞ്ചിറയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡുകൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തിരിയാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, കരിഷ്മ. ഇവിടെ നിന്ന് ലെഫ്റ്റോട്ട് പോകുമ്പോഴാണ് കരിഷ്മ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ട് കണ്ടില്ലേ, ഈ സിസ്റ്റർമാരുടെ കൃഷിയിടമാണ്. ഇവിടുത്തെ കൃഷിയിടമാണെന്നും ചുവന്ന മണ്ണിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതല്ലേ കരിഷ്മ പൂവഞ്ചിറ. അപ്പോൾ കയറ്റമാണ്. ഇപ്പം ഞങ്ങൾ സാവധാനം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കരിഷ്മ എന്ന സ്ഥാപനത്തിന് പ്രത്യേകത ഞങ്ങൾ പിന്നെ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഓണസദ്യക്ക് വെച്ച് തന്നെ ഞങ്ങൾക്ക് പല സ്ഥലത്തും പോകാണ്ട് മാവലി കൊണ്ട് എല്ലായിടത്തും കറങ്ങി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സുഭിക്ഷമായത് ഇവിടെ ഒന്നിനും കുറവരുത്. ഇനി എന്തെങ്കിലും കുറവുണ്ടോ ഇവിടെ? അത് തന്നെ കൊട്ട കൊണ്ടുവന്നു പച്ചമുളക് തരാം. വഴുതനങ്ങ അപ്പോ സിസ്റ്റർ പിടിക്കണമെന്നില്ല കേട്ടോ. അപ്പൊ പുള്ളിക്കാരി വരുമ്പോ എടുത്ത് വെപ്പിക്കാം. കാരണം ഞങ്ങളുടെ ഈ പ്ലാസ്റ്റിക് കിറ്റ് ഉണ്ടേ, അത് മാവലി കണ്ടുകൊണ്ട് മേലാല് പ്ലാസ്റ്റിക് കിറ്റ് വാങ്ങിയിട്ടിരുന്നു. കാരണം അതറിയാതെ സംഭവിച്ചത്. കാരണം അതിനകത്ത് വന്നിട്ട് ഇവിടെ കൊണ്ടിടും, നിങ്ങൾക്ക് അധികം സ്ഥലമില്ല. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ ഏത് മുളകാണ്? ഉണ്ടമുളക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മുളക് കുറച്ചെടുത്താലോ? ഇത് ഒരു ചെറിയ വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ സംഗതി നമുക്ക് ഇത് ചെയ്യാറുണ്ട്. കാരണം നല്ല തൈരിട്ടിട്ടേ അടിപൊളി നമുക്ക് ഒരു വർഷത്തേക്കുള്ള ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, മാവേലി പണി ഒപ്പിച്ചു. കാരണം വെച്ചാലേ ഇവിടെ മാവേലിക്ക് നോക്കിയിട്ട് ഭയങ്കര സങ്കടം. മൈക്ക് കൈമാറിയിരിക്കുകയാണ്. കാരണം രാവിലെ മുതൽ പരിപാടി സിസ്റ്ററെ. അപ്പോൾ മിസ്റ്റർ ജാൻഫിക്ക് മടക്കി ഞാൻ കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ മാവേലി അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് എരിവുള്ള മുളക് എടുത്തോ, എന്തോരം വേണമെന്ന് വെച്ചാൽ എടുത്തോളൂ. മതി മതി എന്ന് പറയണം, അതുവരെ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി. നിങ്ങൾക്ക് മൊത്തം വേണമെങ്കിൽ മൊത്തം എടുത്തോ. മാവേലി പറഞ്ഞിട്ടുണ്ട് അവരുടെ കേട്ടോ, അവർക്കേ സുഭിക്ഷമായിട്ട് കൊടുക്കണം പറഞ്ഞേക്കുന്നത് അദ്ദേഹം. കഴിഞ്ഞോളൂ, എടുത്തോളൂ, ഇഷ്ടം പോലെ എടുത്തോളൂ. കബേജ മതി അല്ലേ? അപ്പോൾ ഇതാണ് കരിഷ്മ എന്ന് പറയുന്ന കരിഷ്മയെക്കുറിച്ച് നമുക്ക് അധികം പരിജ്ഞാനമൊന്നുമില്ല. എങ്കിൽ ഏരിയ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പൂവഞ്ചിറയിൽ ചുമന്നമണ്ണിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വന്ന് അതിവിശാലമായ ഈ സ്ഥലത്ത് നമുക്ക് എന്ന് ചേരാം. സിസ്റ്ററെ, ഹാപ്പി ഓണം. അപ്പോൾ മാവേലി ഞങ്ങളെ പറഞ്ഞു വിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഈ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ചോദിച്ചും പറഞ്ഞുമാണ് ഞങ്ങൾ വന്നത്. വരവ് പാതാളത്തിൽ നിന്ന് മാവേലിയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ച് പറയുമോ? എന്താണ് സ്ഥലം? കാരണം ജനങ്ങൾക്ക് അറിയണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറെ ചേച്ചിമാരുണ്ടെന്നും
നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടും അവരെ സേവനം ചെയ്തും ജീവിക്കുന്നതെന്ന് അവരറിയണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വരുന്നത് പറയൂ സിസ്റ്റർ. കരിസ്മ എന്നുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്നത്. FCC കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് കരിസ്മയിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇവിടെ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീകളായിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ സ്വീകരിക്കുക. അങ്ങനെ മാനസികമായിട്ട് പാവപ്പെട്ട വീടുകളിൽ വരുമ്പോ ആ വ്യക്തികളെ അവർക്ക് ഉൾക്കൊള്ളാനും അതേപോലെ അവരുടെ ചികിത്സാ ചെലവ് വഹിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ സഭയുടെ കാര്യസം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധമില്ല. ദാനം തരുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ സഹായങ്ങൾ അപ്പോൾ ഇവിടുത്തെ ജീവിതം ദാനം കിട്ടുന്ന സാധനങ്ങൾ അതെ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ദാനം ഒരു ദിവസം മുടങ്ങി പോവാണെങ്കിൽ എന്ത് ചെയ്യും? ദാനം ഞങ്ങൾക്ക് അങ്ങനെ തീരെ പൈസ ഇല്ലാത്ത അവസ്ഥ വരാണെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റർ പ്രൊവിൻഷ്യലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആള് തികയാത്ത പൈസ തരും. അപ്പൊ സിസ്റ്റർ നേരത്തെ ഇവിടെ ഉള്ള ആളല്ലേ? മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് മുട്ടില്ല. ഇവിടുത്തെ എല്ലാവരും തരും. അതാണ് വേണ്ടത്. അപ്പൊ സിസ്റ്റർ പുതിയ സിസ്റ്റർ അല്ലേ? എല്ലാരും ഇവിടുത്തെയാണ്. അപ്പോ ഇവിടെ പറമ്പിൽ കൃഷിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോ ഇവിടത്തേക്ക് ഉപയോഗിക്കും അല്ലേ? അപ്പോൾ സന്തോഷം. ഞങ്ങൾക്ക് സമയമില്ല. മാവേലി പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന്. അപ്പോൾ നാളെയാണ് ഓണം. അപ്പോൾ ഇനി കുറേ സാധനങ്ങളോട് കൊടുക്കാനുണ്ടോ ചിലർക്ക്? ഹാപ്പി ഓണം, സന്തോഷം. ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര അന്തേവാസികളുണ്ട്? ഇപ്പോൾ 48 പേര് രോഗികളായിട്ടുള്ളവരുണ്ട്. സിസ്റ്റേഴ്സ് 10 പേര് പരിചരിക്കാൻ, പിന്നെ പഠിക്കാരായിട്ട് ഒരു 5 പേര്. അപ്പോൾ 48ഉം 10ഉം 58ഉം 4. അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള മെമ്പർ. അപ്പോൾ ഇതിനകത്ത് രോഗികളുണ്ട് അല്ലേ? ഈ രോഗികൾ എവിടെയൊക്കെ ഉള്ള ആളുകളാണ്? എല്ലാ സ്റ്റേറ്റിലത്തെ ആൾക്കാരുണ്ട് ഉണ്ടല്ലേ? അവരെങ്ങനെ ഇവിടെ എത്തി? അവര് തെരുവില് പിന്നെ ഗുരുവായൂര് കലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളെ കൊണ്ടുവന്ന് മുടിയൊക്കെ വെട്ടി അങ്ങനെ കുളിപ്പിച്ച് കയറ്റുകയാണ്. ഇപ്പൊ അങ്ങനെ എടുക്കാൻ അനുവാദമില്ല. പടിഞ്ഞാറക്കോട്ടയില് ചികിത്സ കഴിഞ്ഞിട്ട് ആരാരും ഇല്ലാത്ത വ്യക്തികളെ മാത്രമേ ഇപ്പൊ എടുക്കുന്നു. അപ്പോൾ നിങ്ങളിലോട്ട് അവരെ എത്തിക്കുന്നത് ആരാണ്? പോലീസുകാർ എത്തിക്കും അല്ലേ? നേരത്തെ പോലീസുകാരല്ല എത്തിച്ചിരുന്നത് അല്ലേ? പോലീസുകാർ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടോ? അതിൽ പെർമിഷൻ ഇപ്പൊ ഉണ്ട്. പിന്നെ സ്ട്രിക്റ്റ് ആണ്. പണ്ടത്തെ പോലെ റോഡിൽ അലഞ്ഞു തിരിയുന്നവരെയൊന്നും നമ്മൾ എടുക്കണില്ല. അപ്പൊ അതല്ലേ? അത് പോലീസുകാർ വഴി സർക്കാരിന്റെ നിയമം. അപ്പോൾ കാർഡ് എല്ലാം വേണം. ഓക്കെ. വിവിധ സ്റ്റേറ്റുകളിലുള്ള വ്യക്തികളുണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ അവരെ നമുക്കൊന്ന് അറിയിക്കണ്ടേ? കാരണം ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇപ്പോഴും അവരെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ നോക്കട്ടെ, ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു യൂട്യൂബിലൂടെ നമുക്ക് അവരെ ഹിന്ദി മലയാളം എന്ന ചാനലിലൂടെ നമുക്ക് അവരെ അറിയിക്കാം. പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ പച്ചക്കറി ഏകദേശം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ തീർന്നില്ല. ഇവർക്ക് തോന്നി മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാവേലി ചില സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സിസ്റ്റർമാരെ നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഈ മാവേലി, പക്ഷേ മാവേലിക്ക് വരാനുള്ള വഴി ഭയങ്കര ദുർഘടമാണെന്ന് പറഞ്ഞു. കാര്യം ഇന്നാൾ വന്നപ്പോഴേ കട്ടറി ചാടി മാവേലി വഴി എത്തിക്ക് പോയെന്ന് പറഞ്ഞു. കാര്യം ബ്ലോക്കാണ്. പുള്ളി ഇപ്പോൾ പാതാളത്തിൽ വരികയാണെങ്കിലുണ്ട് ഒരു ഈ അങ്കമാലി ആദ്യം വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും 5-6 ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ തൽക്കാലം ഞങ്ങളെ അയച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാം, ഒന്ന് പരിശ്രമിച്ച് നോക്കാം. ഓക്കെ ബൈ. ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങൾ കരിഷ്മ പൂഞ്ചറയിലെത്തി. മാവേലി പറഞ്ഞ പോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പ്രജകളായ നിങ്ങൾക്ക് പറയാം. അടുത്ത പ്രാവശ്യം അത് തിരുത്താം. ഓക്കെ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ബൈ.